ശാരി, എന്താ പ്രശ്നം? നീ ഫോണിൽ കൂടെ വിളിച്ചപ്പോഴത്തേക്ക് നീ ആകെ അപ്സെറ്റ് ആണ്. അവിടെ ഇവനെ കൊണ്ട് ഇങ്ങോട്ട് പോകുന്നത്. ചേട്ടനെ എൻ്റെ സ്വന്തം കൂടെപ്പുറപ്പല്ലേ കരുതുന്നത്. അതിനെ ഞാൻ വിളിച്ച. എൻ്റെ ജോലി പോയി, എൻ്റെ കരിയറല്ലേ ഇതോടെ തീർന്ന്. കരിയറോ? ഇവനെ നോക്കും. ഓണത്തിന് മാവേലി, ക്രിസ്മസിന് ക്രിസ്മസ് അപ്പൂപ്പൻ, അല്ലാത്ത സമയത്ത് ടെഡ്ഡി ബെയറിന്റെ ഒരു വേഷം ഇട്ടുകൊണ്ട് ആ മോളിൽ പോയി നിൽക്കും. എന്നിട്ട് ആ വഴി കൂടെ പോകുന്ന വരുന്ന പിള്ളേരെല്ലാം എടുത്ത് ചളയ്ക്കും. എന്നിട്ട് അവൻ പകർന്നുണ്ടോ? എന്നാലും കുഞ്ഞുങ്ങളുടെ സ്കൂൾ ഫീസും വീട്ടിലെ ചെലവും എല്ലാം അവിടെ ആലോചിച്ചിട്ട് പൈസയുടെ കാര്യം ആലോചിച്ചിട്ട് എനിക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. പൈസയുടെ കാര്യമാണെങ്കിൽ നോക്ക്, ഇവനെ നോക്ക്. 50 ലക്ഷം രൂപയാണ് ബാങ്കിൽ നിന്ന് കടമെടുത്തിരിക്കുന്നത്. 60 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് കടമെടുത്തിട്ട് മിക്കവാറും അടുത്ത ആഴ്ച അവൻ്റെ വീട് ജപ്തിയാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ നോക്കും. നല്ല കാട്ടയ്ക്ക് നിൽക്കുന്നുണ്ടോ? പതറുന്നുണ്ടോ അവൻ? കണ്ടു പഠിക്കവനെ. പുഷ്പേട്ടന് അറിയാമല്ലോ, ഇത്രയും നാൾ ഞാൻ കുഞ്ഞുങ്ങളെ ഒറ്റയ്ക്കല്ലേ വളർത്തിക്കൊണ്ടു വന്നു. എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞാ വേറൊരു പാർട്ട്ണറിനെ കണ്ടുപിടിക്കാൻ. ഇന്ന് ഞാനത് ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനൊരു അവസ്ഥ എനിക്ക് വരുമായിരുന്നു. എൻ്റെ ശാരി, പാർട്ട്ണർ ഇവനെ നോക്ക്. ഇവൻ്റെ ആദ്യത്തെ ഭാര്യ പാൽക്കാരൻ്റെ കൂടെ വെച്ചോട്ടെ, രണ്ടാമത്തെ ഭാര്യ വിറക് വെട്ടുകാരൻ്റെ കൂടെ. എന്നിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? പതറുന്നുണ്ടോ? നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ? പതറരുത്. അതിന് മാത്രം എന്ത് പ്രശ്നം നിനക്കുള്ളത്? Golden sparrow, என் நெஞ்சில arrow, நீ இல்லாத லைஃப் ரொம்ப sorrow.